ഇത് കോഴിക്കാർപ്പാണ്. ഇത് ജപ്പാനീസ് കോഴിക്കാർപ്പ്. വേണ്ട ചിഹുവ. വേണ്ട ഇതും നല്ല ക്യൂട്ട്, ഭയങ്കര ഇണക്കമുള്ള സാധനമാണിത്. വേണ്ട ഈ മെക്കാവിൻ്റെ ആ ഒരു ലുക്ക് നോക്കിയേ, എന്നാ സൂപ്പർ കളറാണ്. ഹലോ ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് വസന്തോത്സവത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു പെറ്റ് ഷോ. അത് കാണാനായിട്ട് ഞാൻ കയറുകയാണ്. അപ്പം ഇതിനകത്ത് നമ്മൾ ഫസ്റ്റ് കാണുന്നത് കുറച്ച് ഡോഗ്സിനെയാണ് കേട്ടോ. നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ഒരു ഇംഗ്ലീഷ് മസ്റ്റിഫാണ്. പിന്നെ അതിൻ്റെ കൂടെ നിൽക്കുന്നത് അത് ഗോൾഡൻ റിട്രീവർ. പിന്നെ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഒരു അന്യായ സാധനം കിടപ്പുണ്ട്. അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്, ഒരു ഗ്രേറ്റ് ഡെയിൻ. അന്യായ സൈസാണ് കേട്ടോ ഈ സാധനത്തിന്. ഈ ലാബ്രഡോർ പപ്പിയുടെ ഉറങ്ങുന്നത് കണ്ടോ, എന്ത് ക്യൂട്ടാണെന്ന് നോക്കിയേ. ഒരു 3-4 വെറൈറ്റി പപ്പീസ് ഈ കൂട്ടത്തിലുണ്ട്. ഒന്ന് ലാബ്രഡോർ, പിന്നെ ഡാഷ് ഉണ്ട്, ഷിറ്റ്സു, പിന്നെ അതേപോലെ തന്നെ പോമറേനിയൻ. എല്ലാം നല്ല ക്യൂട്ട് പപ്പീസാണ്. ആശ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. ആൾക്കാർ വരുന്നതും വീഡിയോ എടുക്കുന്നതും ഒന്നും അറിയുന്നില്ല, സുഖമായിട്ട് ഉറങ്ങുകയാണ്. അടുത്തതായിട്ടുള്ളത് ഒരു ഫാൻസി ഗോട്ടാണ്. ഇത് ഒരു പേര് ടർക്കി കോഴിയും ഒരു പേര് ഗൂസും ആണ്. ഈ ടർക്കിയുടെ മെയിൽ അത്യാവശ്യം അഗ്രസീവ് ആണ് കേട്ടോ. താണ്ടേ എൻ്റെ നിനക്ക് ചാടി ഇടുന്നുണ്ടോ. ഈ രണ്ട് ബേഡ്സിനെയും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല തൂവെള്ള കളറിൽ ഗൂസും അതുപോലെ തന്നെ ടർക്കി കോഴികളും. പിന്നെ ഇത് ഒരു നല്ല കുസൃതിയായ ഒരു കോക്കട്ടയിലാണ്. എൻ്റെ കൈനെയൊക്കെ ഇത് ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. കണ്ടോ, കുഞ്ഞാണെന്ന് തോന്നുന്നു. പിന്നെ എൻ്റെ താഴെ ഉള്ളത് ഒരു പേര് പൈനാപ്പിൾ കോണിയൂർ. ഇതാണ്ട വീണ്ടും കുറച്ച് പപ്പീസാണ്. ഇത് ലാബ്രഡോർ, ഒരു വൈറ്റും ഒരു ബ്ലാക്കും. ഇത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്, തമ്മിൽ കടിച്ച് കളിക്കുകയാണ് കേട്ടോ. പിന്നെ ഇനിയൊരു 2 ബ്ലാക്ക് ലാബ്രഡോറും കൂടെ ഉണ്ട്. അതാണ്ട് ഇത് ഫുൾ ടൈം ഉറക്കമാണ്. ഉറങ്ങും, കുറച്ച് നേരം എഴുന്നേക്കും, പിന്നെയും കിടന്നുറങ്ങും. ഇത് തന്നെയാണ് എൻ്റെ പണി. നല്ല ക്യൂട്ട് പപ്പീസാണ് കേട്ടോ 4 എണ്ണവും. ഇനിയുള്ളത് കുറച്ച് പേർഷ്യൻ ക്യാറ്റ്സാണ്. അതുകൊണ്ട് ഈ കുഞ്ഞിപ്പൂസിനെ കണ്ടില്ലേ, എൻ്റെ തള്ളപ്പൂസയുടെ കൂടെ ചേർന്നിരിക്കുവാണ് കേട്ടോ. തൊട്ടിട്ടൊന്നും ഒരു അനക്കവും ഇല്ല. അടുത്തത് കുറച്ച് ഓർണമെൻ്റൽ ഫിഷസ് ആണ്. അപ്പം അതിൽ തന്നെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഗ്ലോ ടെട്രയാണ്. ഈ ഗ്ലോ ടെട്ര എല്ലാം കൂടി ഇങ്ങനെ നടക്കുന്ന കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ. പിന്നെ ഇത് കോഴിക്കാർപ്പാണ്. ഇത് ജപ്പാനീസ് കോഴിക്കാർപ്പ്. അതിൽ തന്നെ കബൂട്ടോ കോഴിയാണ് ഈ ഒരു ഗോൾഡൻ പ്ലസ് ബ്ലാക്ക് കളറിലുള്ളത്. അടുത്തതായിട്ട് കുറച്ച് ഗോൾഡ് ഫിഷസ് ആണ്. ഇപ്പം ഇതിനകത്ത് ഒറാണ്ട ഗോൾഡ് ഫിഷ്, റെഡ് ക്യാപ്പ് ഒറാണ്ട, പിന്നെ കാലിക്കോ ഗോൾഡ്, ഇത് 3 ഉള്ളത്. എല്ലാം നല്ല സൈസ് വെക്കുന്ന ഗോൾഡ് ഫിഷസ് ആണ്. ഈ കാലിക്കോ ആണേലും റെഡ് ക്യാപ്പ് ആണേലും അതുപോലെ തന്നെ ഒറാണ്ട ആണെങ്കിലും. അടുത്തതായിട്ട് ഒരു ഇഗ്വാനയാണ്. ഇതിന് ഞാൻ ഫസ്റ്റ് ടൈം കണ്ടില്ലായിരുന്നു. എന്നിട്ട് തിരിച്ച് വന്നിട്ട് നോക്കിയപ്പോഴാണ് കണ്ടത്. കാരണം ഈ ഒരു മരത്തടിയുടെ സെയിം കളറാണ് ഈ ഇഗ്വാനയ്ക്ക്. അതുകൊണ്ട് ബാക്കി ഫുള്ളി ഇതിനകത്ത് നോക്കി കണ്ടില്ല ഒന്നിനെ. പിന്നെ രണ്ടാമത് വന്നപ്പോഴാണ് ഇതിനെ കണ്ടത്. ഇതൊരു ബോൾ പയത്തിനാണ്. അപ്പം ഞാൻ ഈ ബോൾ പയത്തിനെ എടുത്ത് എൻ്റെ കടിച്ചു വിട്ട് ഒരു വീഡിയോ ഒക്കെ എടുത്തു. വലിയ കുഴപ്പമില്ല കേട്ടോ, അഗ്രഷനൊന്നുമില്ല ഈ സാധനത്തിന്. നല്ല ടൈംഡ് ആയിട്ടുള്ള ബോൾ പയത്തിനാണ്. ഓം നമ ശിവായ. ഇനി കുറച്ച് മുയൽക്കൂട്ടന്മാരാണ്. അതിൻ്റെ കൂടെ ഒരു 3-4 ഗിനി പിക്സും ഉണ്ട്. എല്ലാം നല്ല ക്യൂട്ടാണ് കേട്ടോ. ഈ മുയൽക്കുട്ടന്മാർ ഫുള്ള് ഓട്ടവും ചാട്ടമാണ്. ഇതിനകത്ത് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി
പിന്നെ ഗിനി പിക്സ്, അതിങ്ങനെ അടങ്ങിയ ഒരു സ്ഥലത്ത് തന്നെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കും. നോക്കിയാൽ മുയലിനെയൊക്കെ. വീണ്ടും കുറച്ച് ഡോഗ്സ് ആണ്. ഈ ഒരു ചിഹുവാഹുവ എന്ത് ക്യൂട്ടാണെന്ന് നോക്കിയേ. നല്ല ടൈംഡ് ആയിട്ടുള്ള ഡോഗ്സ് ആണ് കേട്ടോ എല്ലാം. ഈ ബീഗിളാണെങ്കിലും ചിഹുവാഹുവ ആണെങ്കിലും അതുപോലെ തന്നെ ഈ ഗോൾഡൻ റിട്രീവർ ആണെങ്കിലും ലാബ്രഡോർ ആണെങ്കിലും എല്ലാം നല്ല ടൈംഡ് ഡോഗ്സ് ആണ്. ഇതാ ഈ ബീഗിളിൻ്റെ കൂടെ നിൽക്കുന്ന ഡോഗിനെ കണ്ടോ? ഇതാണ് ജാക്ക് റസൽ ടെറിയർ, നമ്മുടെ മാസ്ക് ഫിലിമിലെ ഡോഗ്. ഇത് കുഞ്ഞൻ ഡോഗാണെങ്കിലും അത്യാവശ്യം നല്ല ഇൻ്റലിജൻറ്റ് ഡോഗ് ബ്രീഡാണ് കേട്ടോ. ഈ ജാക്ക് റസൽ ടെറിയർ ചെറിയ ഡോഗാണെങ്കിൽ പോലും നല്ല പ്ലേഫുള്ളും ആക്റ്റീവുമാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എല്ലാ ഡോഗ്സിനെയും നല്ല സോഷ്യലൈസ് ചെയ്താണ് വളർത്തിയേക്കുന്നത്. അതുകൊണ്ട് ഒന്നിനും ഒരു അഗ്രഷൻ പോലും ഇല്ല. അതാണ്ടേ ഇത് നമ്മുടെ ഷിറ്റ്സു, നല്ല ക്യൂട്ട് പപ്പിയില്ലേ, നോക്കിയത് ഓടി കിടക്കുന്നത്. അതാണ്ട ചിഹുവാഹുവ, അതാണ്ട ഇതും നല്ല ക്യൂട്ട്, ഭയങ്കര ഇണക്കമുള്ള സാധനമാണിത്. ഈ ജാക്ക് റസൽസ് ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ പോരാ, ഹൈപ്പർ ആക്റ്റീവ് ഡോഗ്സ് ആണ്. ഫുൾ ടൈം ഓടി കളിച്ചുകൊണ്ടിരിക്കും. അതാണ് നമ്മുടെ ഷിറ്റ്സു പിന്നെയും വരുന്നു. അടുത്തായിട്ട് കുറച്ച് ഫാൻസി കോഴികളും കുറച്ച് പ്രാവുകളുമാണ്. കോഴികളിൽ ഉള്ളത് ബ്രഹ്മ, അതുപോലെ തന്നെ സിൽക്കി, പിന്നെ പ്രാവുകളിലാണെങ്കിൽ ഫാൻടെയിൽസ്, ലാഹോറി എന്നീ പ്രാവുകളൊക്കെയാണുള്ളത്. ഇവിടെ ഒരു വലിയ ബേർഡ് കേജ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് കയറാം. എന്നിട്ട് ടൈംഡ് ആയിട്ടുള്ള ബേർഡ്സിനെയൊക്കെ എടുത്ത് നമുക്ക് കയ്യിൽ വയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം ഇതിനകത്ത് നമ്മൾ ഫസ്റ്റ് കയറിയപ്പോൾ കണ്ട ബേർഡ് ഇതാണ്, ഒരു കൊക്കറ്റെയിലാണിത്. ഈ ഒരു ബേർഡ് കേജിനകത്ത് നോർമൽ ബഡ്ജീസ്, ആഫ്രിക്കൻ ലവ് ബേർഡ്സ്, പിന്നെ കൊക്കറ്റെയിൽസ് എന്നീ ബേർഡ്സൊക്കെയാണുള്ളത്. അപ്പം അതിനകത്ത് കുറച്ച് എണ്ണം ടൈംഡ് ആണ്. അതിനെ നമുക്കെടുത്ത് കയ്യിൽ വയ്ക്കാം. നാട്ട കണ്ടില്ലേ, എനിക്ക് കിട്ടിയ ഒരു ആഫ്രിക്കൻ ലവ് ബേർഡിനാണ്. പിന്നെ ഒരു കൊക്കറ്റെയിലും കൂടെ ഉണ്ടാകും നല്ല ടൈംഡിട്ടുള്ളത്. അപ്പം ചില ആൾക്കാർ അതിനെ എടുത്ത് കൈ വെച്ചു. നല്ല ക്യൂട്ട് ബേർഡാണ് കേട്ടോ. ഇത് ചെറുതാണ്, കുഞ്ഞ് ബേർഡാണ്. അതുകൊണ്ടാണ് എനിക്ക് ഇത് തരുന്നത്. ഇത് രാവിലെ തൊട്ട് ഓരോ ആൾക്കാരെടുത്ത് കയ്യിൽ വെച്ച് ക്ഷീണിച്ചിരിക്കുവാന്ന് തോന്നുന്നു. പിന്നെ ദാ ഈ കേജിനകത്ത് കുറച്ച് ഫിഞ്ചസും കൂടെയുണ്ട്. വീണ്ടും കുറച്ച് പേർഷ്യൻ ക്യാറ്റ്സ് ആണ്. ഈ പേർഷ്യൻ ക്യാറ്റ്സിനെ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് അല്ലേ. കണ്ടെന്ന് നോക്കിയേ, ഇതെന്ത് ക്യൂട്ടാണെന്ന്. ഈ കാലിക്കോ കളറുള്ള പേർഷ്യൻ ക്യാറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നോക്കിയാൽ എൻ്റെ കളറ് അന്യായ സാധനം. മറ്റേതൊരു പാവത്താൻ. ഈ ഒരു പെറ്റ്സിനെ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ഒരു ഫോട്ടോ പോയിൻ്റ് ഉണ്ട്. അവിടെ നമുക്ക് പെറ്റ്സിനെയൊക്കെ കയ്യിൽ വെച്ചിട്ട് ഫോട്ടോ എടുക്കാം. ഇവിടെ ഉള്ളത് ഹെഡ്ജോഗ്, പിന്നെ ഷുവർ ഗ്ലൈഡർ, പിന്നെ നമ്മുടെ സ്മോൾ കോണൂസിൽ പെടുന്ന പൈനാപ്പിൾ കോണൂർ, പിന്നെ സൺ കോണൂർ, കൊക്കോട്ടൈൽ, പിന്നെ നമ്മുടെ മെയിൻ സാധനം മക്കാവ്, ബ്ലൂ ആൻഡ് ഗോൾഡ് മക്കാവ്. ഈ ബേർഡ്സൊക്കെ നല്ല ടൈംഡാണ്, അതുകൊണ്ടാണ് ഒന്നും പറന്നു പോകാത്തത്. അതുകൊണ്ട് ഈ ബ്ലൂ ആൻഡ് ഗോൾഡ് മക്കാവിനെ വരെ നല്ലോണം ടൈം ചെയ്താണ് വളർത്തിയത്. അതുകൊണ്ട് ഈ മക്കാവിൻ്റെ ആ ഒരു ലുക്ക് നോക്കിയേ, എന്നാ സൂപ്പർ കളറാണ്. ഇതിനൊക്കെ പുറമെ അവിടെ ഒരു 3 ഇഗ്വാനാസും ഒരു ബോൾ പയത്തിനുമുണ്ട്. ഇഗ്വാനാസിൽ 2 എണ്ണം ബ്രൗണും 1 എണ്ണം ഗ്രീൻ കളറുമാണ്. ദാ ഈ പുലിയുടെ ദേഹത്ത് ഈ തൂങ്ങി കിടക്കുന്നത് ഒരു ഷുഗർ ഗ്ലൈഡറാണ്. ദാണ്ട് ഒരു സൺകോണിയറും ഒരു ഇഗ്വാനയും. ദാണ്ട് ഈ ഇഗ്വാന അത്യാവശ്യം നല്ല സൈസുള്ള ഇഗ്വാനയാണ് കേട്ടോ. നല്ല വലിപ്പമുണ്ട് ഇതിന്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പം അവിടെ ഒരു കുതിരനെ കണ്ടു. അതിൻ്റെ വീഡിയോയും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി ന്യൂ ഇയർ നേരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇറ്റ്സ് മീ ദീക്ഷിത് സൈനിങ് ഓഫ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.